നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് 22 ലക്ഷത്തോളം കുട്ടികളെ നിങ്ങൾ വഞ്ചിച്ചില്ലേ നരേന്ദ്രമോദി? BJP സർക്കാർ നിങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാരാണെന്ന് പറയുന്നു. പക്ഷേ ഇത്രയും വലിയ കൊടുംചതി ഈ നാട്ടിലെ വിദ്യാർത്ഥികളോട് ചെയ്യേണ്ടായിരുന്നു. BJP സർക്കാർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെയും തന്തയില്ലായ്മയും എതിർക്കുന്ന ആളുകളെയെല്ലാം രാജ്യദ്രോഹികളായിട്ട് ഇവർ മുദ്ര കുത്തുകയാണ്. ആ മുദ്ര കുത്തിയതിനു ശേഷം രാജ്യം വിട്ടു പോകണമെന്ന് പറയുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഏകദേശം 22 ലക്ഷം പേരോളം നീറ്റ് എക്സാമിനേഷൻ എഴുതുമ്പോൾ അതിൽ 65,000 മുതൽ 75,000 സീറ്റുകളെ ഉള്ളൂ ഈ രാജ്യത്ത്. ആ 75,000 സീറ്റിന്റെ അകത്ത് 10,000 പേർക്കാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിരിക്കുന്നത്. ആരാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത്? നമ്മുടെ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ദിനേശ് ഭവാൽ എന്ന് പറയുന്ന BJPയുടെ നേതാവ് തന്നെയാണ്. രാജ്യസ്നേഹികളെ ഇതിലെ ഈ രാജ്യസ്നേഹികളാണ് ഈ രാജ്യത്തെ മുഴുവൻ ക്രമക്കേട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നീറ്റ് എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നത് ആരാണ്? NTA എന്ന് പറയും, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. നമ്മുടെ രാജ്യത്ത് ഈ നീറ്റ് എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്ന ആരാണ്? NTA, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അതിന്റെ ഒരു മാനദണ്ഡം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 22 ലക്ഷം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതുമ്പോൾ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് മേടിക്കുന്നത് എത്രയാണ്? 1,700 രൂപയാണ്. ഈ 22 ലക്ഷം ഇൻറ്റു 1,700 എന്ന് പറയുമ്പോൾ ഏകദേശം 374 കോടി രൂപയോളം വരും. അതാണ് ഇതിന്റെ വരുമാനവും. ഈ പണം എത്തിപ്പെടുന്നതും NTAയുടെ അക്കൗണ്ടിലേക്കാണ്. ഈ 22 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് 65,000 മുതൽ 75,000 സീറ്റിന് വേണ്ടിയാണ്. അപ്പൊ അവിടെയാണ് 10,000 കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി കിട്ടിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത് ആരാണ്? രാജ്യസ്നേഹിയായിട്ടുള്ള BJPയുടെ നേതാവ്, അതായത് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ദിനേശ് ഭവാൾ എന്ന് പറയുന്ന ആളാണ്. 30 ലക്ഷം രൂപയോളം ഇതിലൂടെ അദ്ദേഹം സമ്പാദിച്ചിട്ടുമുണ്ട്. ഏകദേശം 6 പേരെയോളം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യസ്നേഹികളെ ഇതിലെ അതായത് നമ്മളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം വിട്ടുപോകണം, അല്ലെ രാജ്യം ദ്രോഹികളാണ്. പക്ഷെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം രാജ്യസ്നേഹികളാണ്. BJPയുടെ കണ്ണിലെ കാഴ്ചയാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന പാകിസ്ഥാൻ അധിനിവേശവും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അവിടെ എല്ലാം തന്നെയും ഒരു BJP ബന്ധമുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നത് പുതിയൊരു സംഭവമാണ് അല്ല. 2022 CUETയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ടുണ്ട്. അതാരാണ് ചോർത്തിയത്? BJPയുടെ നേതാക്കന്മാര്, നമ്മുടെ രാജ്യസ്നേഹികളാണ് ചോർത്തിയത്, മോദിജിയുടെ അനുയായികള്. അതേപോലെ തന്നെ 2024 നെറ്റിന്റെയും നീറ്റിന്റെയും അതേപോലെ തന്നെ UGCയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ടുണ്ട്. അതും ചോർത്തിയത് ആരാണ്? രാജ്യസ്നേഹികളാണ് ചോർത്തിയത്, BJPക്കാരാണ് ചോർത്തിയത്, മോദിജിയുടെ അനുയായികളാണ് ചോർത്തിയത്. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. പിക്ചർ അഭി ബാക്കി ഹെ ബായ് എന്ന് പറയുന്നില്ലേ, എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചോർത്തുന്ന BJPയുടെ നേതാക്കന്മാരായിട്ടുള്ളവരും രാജ്യസ്നേഹികളും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോൾ ഹാലിളകുന്ന ആളുകളാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ചെയ്ത ഒരു ചെയ്തി കൊണ്ട് 22 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതിയവർ വഴിയാധാരമായി നിൽക്കുകയാണ്. അതിൻ്റെ അകത്ത് സാമ്പത്തികം ഉള്ളവനും ഇല്ലാത്തവനും ഇടത്തരക്കാരനും ഒക്കെ ഉണ്ടാകും. സാമ്പത്തികമുള്ളവരുടെ കാര്യം വിട്ടേര്. ഈ ഇടത്തരക്കാരനായിട്ടും താഴെ തട്ടി പാവപ്പെട്ടവനായിട്ടും നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവന്റെ 1, 2, 3 വർഷം കളഞ്ഞ് അവനെ നല്ലൊരു നിലയിൽ കാണുവാൻ വേണ്ടി അവനൊരു എൻട്രൻസ് ട്രെയിനിങ് സെന്ററിലേക്ക് അയക്കുകയാണ്. എത്ര രൂപയാണ് അവിടുത്തെ ഫീസ്? വലിയ തോതിൽ ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങിയാണ് ഈ വിദ്യാർത്ഥികളെ അവർ ട്രെയിൻ ചെയ്യിക്കുന്നത്. നിങ്ങൾ ഈ വരുന്ന 22 ലക്ഷം വിദ്യാർത്ഥികളുടെയും ഭാവി തുലാസിലാക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ അവരുടെ കഠിനാധ്വാനത്തിന് യാതൊരു വിലയുമില്ല. മിസ്റ്റർ നരേന്ദ്രമോദി, ഡബിൾ എഞ്ചിൻ സർക്കാരെ, നിങ്ങൾ ഈ 22 ലക്ഷം വിദ്യാർത്ഥികളുടെയും ഭാവി തുലച്ചിരിക്കുകയാണ്. നീറ്റ് എക്സാമിനേഷന്റെ പേപ്പർ ചോർത്തിയതിലൂടെ നിങ്ങളുടെ അനുയായികൾ 30 ലക്ഷം രൂപയ്ക്ക് ഇവിടുത്തെ 22 ലക്ഷം വിദ്യാർത്ഥികളെ ഒറ്റുകൊടുത്തിരിക്കുകയാണ്. രാജ്യസ്നേഹം പറയുന്നത് പറച്ചിലിൽ മാത്രമാകരുത്, രാജ്യത്തോട് സ്നേഹം വേണം. യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം കാണിക്കേണ്ടത് അല്പമെങ്കിലും ഈ രാജ്യത്തോട് നീതി പുലർത്തിക്കൊണ്ടാകണം. അല്ലാതെ മറ്റുള്ളവരിലേക്ക് രാജ്യസ്നേഹം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ നിങ്ങൾ കാണിക്കുന്ന കൊള്ളരുതായ്മയും തന്തയില്ലായ്മയും ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണമെന്ന് പറയുകയും രാജ്യവിരുദ്ധരാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഈ രാജ്യത്തിനോട് എന്ത് നീതിയാണുള്ളത്? അതുകൊണ്ട് BJPയുടെ നേതാക്കന്മാരും BJPയും രാജ്യസ്നേഹം പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് പോരേണ്ട ആരെയും. നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് ആകപ്പാടെ പറയുവാനുള്ളത് ഹിന്ദുക്കൾ അപകടത്തിലാണെന്ന് പറഞ്ഞ് ജാതിയും മതവും പറഞ്ഞ് നിങ്ങൾ മനുഷ്യനെ വേർതിരിച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ഉള്ള അഴിമതികൾ നടത്തി മുമ്പോട്ട് പോകുമ്പോൾ ഡബിൾ എഞ്ചിൻ സർക്കാരെ, നിങ്ങളുടെ വിദ്യാഭ്യാസ നയമാണോ ഇത്? അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.